ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളിതാ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണ് നോക്കാട്ടെ. എന്താ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സവോളയും തക്കാളിയൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് ചിക്കനാണ്. ഇത് നമ്മളുടെ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, ബിരിയാണിക്കുള്ള അരി. ഇതാ മല്ലിയില, പുതിനയില, പിന്നെതാ നമ്മളുടെ മെയിനായിട്ടും ബീഫാണ് കേട്ടോ. ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെതാ ഇത് ചിക്കനാണ്. ഇത് ഫ്രീസറിൽ വെച്ചുകൊണ്ട് ഇതാ ഐസ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഇന്നലെ വാങ്ങിച്ച ചിക്കനാണ് കേട്ടോ, അതിൻ്റെ ബാലൻസാണ്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അതായത് നമ്മുടെ വെളുത്തുള്ളി പേസ്റ്റ്, ഇത് ഇഞ്ചി പേസ്റ്റ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ അരച്ച് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. സവോളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് സവോള വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായി വരട്ടെ. ഇപ്പോൾ ഓയിൽ നന്നായി ചൂടായി വരട്ടെ. അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വെക്കുന്ന ഒരു സ്റ്റൈൽ ബിരിയാണിയാണ് കാണിക്കുന്നത്. നമുക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായി ചൂടായി വന്നിട്ട് നമുക്ക് സ്പൈസസ് ആയിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് പട്ടയും ഗ്രാമ്പുമാണ് കേട്ടോ. ഏലക്കുള്ളവർക്ക് ഏലക്ക ഇടാൻ, എൻ്റെ അടുത്ത് ഏലക്കില്ല കേട്ടോ. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്, പട്ടയും ഗ്രാമ്പും. അപ്പോൾ അത് പൊട്ടുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് വേണം നമുക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. സവോള ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ സവോള ആഡ് ചെയ്യാറുണ്ട് മിക്സഡ് ബിരിയാണി വെക്കുമ്പോൾ. അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പോൾ സവോള നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് തക്കാളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഉപ്പും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും കേട്ടോ. ഞാൻ ശരിക്കും നൈസായിട്ടാണ് സവോള മുറിക്കുക. ഇത് ഉമ്മ കട്ട് ചെയ്ത് വെച്ചത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു കനം. പക്ഷേ നല്ല നൈസായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കിത് നന്നായിട്ട് വഴങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായി വഴണ്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ സവോള വഴണ്ട് വരുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് നിർബന്ധമായിട്ട് ഇടാൻ കേട്ടോ. അപ്പോൾ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാൻ നന്നായി വഴണ്ട് വരട്ടെ. ഞാൻ വിളിക്കാണ്ട് നീ വീഡിയോ എടുത്ത് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിക്കണ മസാല ഈസ്റ്റേൻ്റെ കേട്ടോ ആദ്യമായിട്ടാണ് അതിൽ പൊരിക്കാൻ പോകുന്നത്. പിന്നെ ഇതാ നമ്മുടെ ബീഫിനുള്ള ബീഫ് മസാല ഇപ്പോൾ നമുക്ക് അടച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ കറിയിലിടാനുള്ള ചിക്കൻ ഇതൊന്ന് കുറച്ച് കഷ്ണം കൂടെ ഇതിലെടുത്തിടാം കേട്ടോ. നമുക്ക് ചോറിലിടാനുള്ളതാണ്. നമുക്ക് ബിരിയാണി വയ്ക്കുമ്പോൾ അതിലിടാനുള്ള കുറച്ച് കഷ്ണങ്ങൾ. ഇത് നമുക്ക് പൊരിക്കാനുള്ള ചിക്കനാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ തക്കാളി, പിന്നെ നമുക്ക് മുട്ട വേണം കേട്ടോ. മുട്ടയുണ്ട്. ഇതാ നമുക്ക് നെയ്യ്. അപ്പോൾ നമുക്ക് ചിക്കൻ പൊരിക്കാനുള്ള മസാല ഉണ്ടാക്കാം. നമ്മുടെ ചിക്കൻ പൊരിക്കുന്ന മസാല കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതിലോട്ട് തട്ടി കൊടുക്കാം. ഇത്തിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത്തിരി ഇത് നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, ഇത് ഇഞ്ചി കേട്ടോ. പിന്നെ നമുക്ക് ഒരു മുട്ട വേണം. ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങ കേട്ടോ. നമുക്ക് നാരങ്ങയും വേണ്ടിയിട്ട് നാരങ്ങ എന്നിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ചില പൊടിയിൽ നല്ല ഉപ്പുണ്ടാവും. ഇതിലിത്തിരി ഉപ്പാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് പൊരിക്കാനുള്ള ചിക്കൻ ഇതിലോട്ട് കൊടുക്കാം. നമ്മൾ വെള്ളം കളഞ്ഞിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്തിരി ചിക്കൻ കബാബ് മസാലയും കൂടെ നമുക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചിട്ട് കൊടുത്തിട്ട് വളരെ സ്പൈസി ആയിരിക്കും. മിക്സ് വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മാഗ്നേറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ സവോള നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ വെളുത്തുള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ബീഫ് ഉണ്ടാക്കുന്നതുകൊണ്ട് ബീഫിക്കും വേണം കേട്ടോ. നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ആദ്യം ഇത് നന്നായി വഴങ്ങിയിട്ട് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം പോയി ഇത് മിക്സായി വരണം. ഇത് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ ബീഫ് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ബീഫ് വേവിച്ചിട്ട് വേണം നമുക്ക് ബീഫ് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബീഫ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുക്കറിൽ ആദ്യം നമുക്ക് അതിൻ്റെ വിസിലെടുക്കാം.
എത്ര വിസിൽ വേവുന്നറിയില്ല, ചിലപ്പോൾ 6-7 ഒക്കെ വരാറുണ്ട് ഇല്ലേ. അപ്പോൾ അനിയത്തിയുടെ സവോള കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ബീഫിന് കുറച്ച് സവോള, ഇതിൽ കുറച്ച് സവോള ഇട്ട് കൊടുക്കാം. ഞാൻ ഉണ്ടാക്കുന്ന ഈ സ്റ്റൈലാണ് കാണിക്കുന്നത്. 2 തക്കാളി, കുറച്ച് മല്ലിയില, കുറച്ച് മസാല, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 6-7 വിസിലെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി 3 ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത് മീറ്റ് മസാല ആഡ് ചെയ്യാം. എന്താ കുറച്ച് ഈസ്റ്റേൺ തന്നെയാണ് നമ്മൾ മീറ്റ് മസാല, കുറച്ച് മീറ്റ് മസാല ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് ഉപ്പും കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് കുഴയ്ക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് കുഴച്ച് കൊടുക്കണം കേട്ടോ. വെള്ളമൊന്നും ഞാൻ ആഡ് ചെയ്യില്ല. ഓൾറെഡി നമ്മൾ ബീഫ് കഴുകിയിട്ടുള്ളതിൻ്റെ വെള്ളം തന്നെ നമുക്ക് നന്നായി ഇറങ്ങണം കേട്ടോ. അതുകൊണ്ട് ബീഫ് വെള്ളമൊന്നും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിസിലെടുത്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇഞ്ചി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴഞ്ഞ് വരട്ടെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇടാനുണ്ട്. അപ്പോൾ കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി അതൊന്ന് ഇട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അത് ഞാൻ മറന്നതാണ്, ഞാൻ ഇടാറുണ്ട്. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് വെക്കണമെന്ന് അറിയില്ല. ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിത് വേവിച്ചിട്ട് കാണാം. ഇനി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കിച്ചൺ ട്രഷേഴ്സിൻ്റെ കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ നമുക്ക് ഇത്തിരി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, നല്ല കളറ് കിട്ടാനും. അതുപോലെ എരിവും കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്താൽ നമുക്ക് നല്ല കളറ് കിട്ടും. ഇനി നമുക്ക് എക്സ്ട്രാ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ മുളക് പൊടി കുറച്ച് ആഡ് ചെയ്യാം. ഞാൻ അധികം മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല, കാരണം പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ടപ്പോൾ തന്നെ നല്ല കളറായില്ല. നമുക്ക് നന്നായിട്ട് പച്ചമുളക് പോകട്ടെ കേട്ടോ. ഇപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരു പിടി മല്ലിയിലയും പുതിനയിലും എത്ര ഇട്ടാൽ അത്രയും നല്ല ടേസ്റ്റ് കിട്ടുന്നുണ്ട്. നമ്മൾ മല്ലിയിലയും പുതിനയിലും ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ ഫ്ലെയിം ഇതുകൊണ്ട് കുറച്ച് വെച്ചിരിക്കുന്നത്. മല്ലിയിലയും പുതിനയിലും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. അതിത്തിരി കൂട്ടി വെക്കാം ഫ്ലെയിം. മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അടി പിടിക്കാണ്ടിരിക്കാൻ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. തക്കാളി നന്നായിട്ട് വഴണ്ട് വന്നിട്ട് അപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഞാൻ എപ്പോഴും കുറച്ച് കൂടുതലിടും, കാരണം നല്ല ഗ്രേവി ആയാലും എന്താണ് റൈസിൽ നല്ല മസാല ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ട് ഉടഞ്ഞ് വരണം കേട്ടോ തക്കാളി. ഇത് ഉടഞ്ഞ് വരുന്നത് നമുക്ക് ഫ്ലെയിമിലിട്ട് ഒന്നുകൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്കിതിൽ ആഡ് ചെയ്യാം. കുറവുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചിക്കൻ ഇടുന്നുള്ളൂ ഒരു മണത്തിന് വേണ്ടിയിട്ട്. നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്യാനാണ് കേട്ടോ. ആദ്യത്തെ വിസിൽ വന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റംസ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പോകുന്നത് കേട്ടോ. നമ്മുടെ മെയിൻ സംഭവം എന്താണെന്ന് കാണിച്ചു തരാം. നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാല ഉണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ പാലക്കാടൻ റാവുത്തർ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന നമ്മൾ മെയിനായിട്ട് ഇടുന്ന ഒരു സാധനമാണ് നമ്മുടെ വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാല കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/4 സ്പൂൺ അല്ലെ ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അതിൻ്റെ ഫ്ലേവറും ടേസ്റ്റും കേട്ടോ. നമ്മുടെ ഈ ഗരം മസാല ബിരിയാണി മസാല നന്നായിട്ട് ബിരിയാണി മസാല ആഡ് ചെയ്യുക. നമ്മൾ കുറച്ചും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. ഇതാണ് നമ്മളിതിൻ്റെ ഫ്ലേവറും ടേസ്റ്റൊക്കെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പൊടിക്കുന്ന ഗരം മസാലയാണ് കേട്ടോ. ഇതിൻ്റെ മണം ഒന്ന് വേറെയാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോ കേട്ടോ. ഈ മസാല ഇട്ടാലും നമുക്ക് കറക്റ്റ് ഈ ഒരു ഓതൻറ്റിക് ആയിട്ടുള്ള നമുക്ക് ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് അപ്പം ഇനി നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. തൈര് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ തൈര് നന്നായി സഹായിക്കും. തൈര് മസ്റ്റാണ്. തൈര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ തൈരിൻ്റെ ഒരു മണമൊക്കെ പോയി കിട്ടണം നമുക്ക്. ഈ സമയത്ത് ഉപ്പും എരിവൊക്കെ നോക്കാം. ഈ സമയത്ത് നമ്മൾ ഉപ്പ് എരിവൊക്കെ നോക്കി ഈ സമയത്തായിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രത്തിനാണ് കേട്ടോ നമ്മുടെ അരിൻ്റെ അളവ് പറയുമ്പോൾ ഒരു പാത്രമാണ്. അപ്പോൾ ഇതിന് 1.5 പാത്രം വെള്ളമാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ ചിക്കൻ എന്താ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ആദ്യത്തെ ഒരു പാത്രം വെള്ളം, ഇനി ഒരു അരപ്പാത്രം വെള്ളം കൂടി ഒഴിക്കാം കേട്ടോ. അപ്പോൾ അരപ്പാത്രം കൂടി വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിന് അരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1.5 പാത്രം വെള്ളം ഒഴിച്ച് ഇപ്പോൾ വെള്ളം നമ്മൾ കുറച്ച് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ നമ്മൾ ഊറ്റിക്കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. 6-7 വിസിൽ വന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാൻ വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല, നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിൽ തന്നെ കിടന്നിട്ട് അതിൻ്റെ ഏറെ പോട്ടെ. അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ എടുക്കുന്നു വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാൻ കഴിക്കില്ല കേട്ടോ ബീഫ്, നമുക്ക് ഇഷ്ടമില്ല സംഭവം. വേണ്ട, ഞാൻ വെള്ളം ഒരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്തിട്ടില്ല. പക്ഷെ ഇത് വേണ്ട വെള്ളം ഇറങ്ങിയിരിക്കുന്നത്. ഞാനെപ്പോഴും വെള്ളം ആഡ് ചെയ്യാറില്ല കേട്ടത്. ശരി പോട്ടെ. ഇത് എന്താ നമുക്കിത് പോരെ അമ്മത്തുമ്പോൾ അങ്ങനല്ല ഇതാ ഉണ്ട് എന്തോപ്പോൾ 7 വേവ് മതിയിട്ട്. അപ്പോൾ നമ്മൾ 7 വിസിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ വരട്ടണം. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒരു പാത്രത്തിട്ട് മാറ്റി വെക്കാം. ഇനി നല്ല ആട്ടിയ വെളിച്ചെണ്ണ. അപ്പോൾ ആട്ടിയ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇത് എനിക്ക് അതാണ് നമ്മുടെ തിളച്ച് നിന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉപ്പ് നോക്കാം. ഇവിടേക്ക് നോക്കാം അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമുക്ക് ഇത്തിരി പട്ടയും ഗ്രാമ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കുട്ടികൾക്ക് നെയ്ച്ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ നോക്കി. അപ്പോൾ അതാ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സവാള മുറിച്ച് വെച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. എടുത്തത് നന്നായിട്ട് വരച്ച് എടുക്കണം കേട്ടോ. സവാള നന്നായിട്ട് വരണ്ട് വരച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫിൻ്റെ കളർ നല്ല കളിച്ചിട്ട് നമ്മുടെ സവാള നന്നായിട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ നമുക്കിവിടെ ബിരിയാണി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചുരുക്കി നോക്കുന്നുണ്ട് വെള്ളം കഴിയാണ്ട് നോക്കും, ബിരിയാണി കഴിയാണ്ട് നോക്കും കേട്ടോ. ബിരിയാണി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. ഇതോട് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എല്ലാ തരത്തിലുള്ള മസാലകളും ആഡ് ചെയ്ത് കൊടുക്കാം. അതിന് നമുക്ക് മഞ്ഞൾപ്പൊടി ഒരുപാട് മഞ്ഞൾപ്പൊടി ബിരിയാണി വേണ്ടിയിട്ട് നമുക്ക് ഇതിൽ കാശ്മീരി പൊടി ഇട്ട് കൊടുക്കുന്നത് കളറിന്. ഇനി നമുക്ക് എരിവിന് നമ്മുടെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ബിരിയാണി ഇതൊക്കെ നമ്മൾ ചോറ് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോറും വേവണം, വെള്ളമൊക്കെ വെച്ച് സെറ്റാക്കണം. ഇനി ഉണ്ട് ഇത് നിങ്ങൾക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മസാല ഇട്ടതിന് ശേഷം നമ്മുടെ ബീഫ് എടുക്കും. ഈ വെള്ളത്തോടെ കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഗ്രേവി വരട്ടുള്ളൂ. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മെയിനായിട്ട് ഇട്ട് കൊടുക്കുന്നത് മസാല. ഇത് നമുക്ക് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഇടയിൽ നമ്മുടെ ബിരിയാണി നമ്മൾ ഇളക്കണം, രണ്ടും ചെയ്യണം, അല്ലെങ്കിൽ അടിപ്പിടിക്കും. അടിപ്പിടിക്കാണ്ടിരിക്കുന്ന 2 പരിപാടി നമ്മൾ 2 കൈയിൽ തട്ടി കഴിയാൻ തന്നെ അടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇതിലോട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അത് പൊടി അതിപ്പിട്ട കൂടി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യും. ഉപ്പിട്ടിട്ടില്ലല്ലോ, ആർക്കറിയാം നമുക്ക് ഉപ്പ് പോകാറുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചോറ് ഇറക്കാറായിട്ടാ. ചോറിന് ദമ്മിലിങ്ങനെ ഇതാവും. ചോറ് ഇറക്കാം. അപ്പോൾ ചോറ് നന്നായിട്ട് കുറച്ച് വെള്ളം കൊടുത്ത് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഇനി ദമ്മിടാൻ പോകാം. ഇതിന് മുകളിൽ നമുക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നെയ്യ്
ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് നല്ലോണം കഴിക്കുന്നത് നല്ലതാണ്. അടച്ചിട്ട് ഒരു വെയിറ്റ് വെക്കാം കേട്ടോ. പാത്രമാണ് വെയിറ്റ് വെക്കാം കേട്ടോ. നമ്മുടെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. ബീഫ് നല്ല വേണ്ടത് അപ്പോൾ കളർ നോക്കി ബീഫിൻ്റെ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്ന സംഭവം കഴിയുകയില്ല. നല്ല ഇതുകൊണ്ടെങ്കിലും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നമ്മുടെ ബീഫ് ആയിട്ടുണ്ട്. നെയ്യുണ്ട് ബീഫിൽ നമ്മുടെ ബിരിയാണിൻ്റെ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല മണം തന്നെ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് കറി. നമുക്ക് ചില്ലി വറുക്കാനുണ്ട്. അപ്പോൾ അത് നമുക്ക് വറുക്കാം കേട്ടോ. മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. ഇതൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം കറക്റ്റ് വെന്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബീഫ് കറി വെച്ചത് കേട്ടോ. നമ്മുടെ ബീഫ് കറി ഒരു സെറ്റാക്കി അപ്പോൾ കേട്ടോ ചോറും ബീഫ് കറിയും. അപ്പോൾ ഞാൻ ബീഫൊന്നും കഴിക്കാറില്ല. അപ്പോൾ വാപ്പയ്ക്ക് കൊണ്ട് കൊടുക്കാട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ബിരിയാണി വെച്ചപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളെ രണ്ടുപേർക്കും കൂടെ നിൽക്കുന്നു. അതുപോലെ തന്നെ അനിയത്തിൻ്റെ വീട്ടിലും കൂടെ നമ്മൾ നെയ്ച്ചോറ് നെയ്യ് മാത്രം ഒഴിച്ചിട്ട് ഉണ്ടാക്കിയ ചോറാണ് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നല്ല ഹെൽത്തിയാണ്. നമ്മൾ വെന്തിട്ട് കൊണ്ട് കിട്ടാം. ഇതിൻ്റെ റെസിപ്പി വേണ്ടത് പറഞ്ഞിട്ട് നമുക്കിടാം. അപ്പോൾ ഇത് നമ്മുടെ മക്കൾക്കുള്ള ചോറ്.